السلام عليكم ورحمة الله وبركاته. إفادة حديث كلاس يتمون عن البراء رضي الله عنه قال لي رسول الله صلى الله عليه وسلم إذا أتيت ملجأك فتولى وضوءك للصلاة ثم التجع على شقك الأيمن وقل وذكر نحوه ثم قال وجعلهن آخر ما تقول. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബറാ റളിയല്ലാഹു അൻഹു ചൊല്ലു ബറാ റളിയല്ലാഹു അൻഹു ചൊല്ലു ನೆಂಡುಟಿ ನಬಿ ತಂಗ ಜೊಂತು ನೀನು കിടക്കു റെഡിയായെങ്കിൽ നിസ്കാരത്ത് ഉളു എടുക്കുമ്പോൾ ഉളു എടുക്കണം. എന്നിട്ട് നിന്റെ വലത്തെ ഭാഗത്തെ മേൽ ചരിഞ്ഞു കിടക്കണം. ചരിഞ്ഞു കിടന്നിട്ട് നീ ചൊല്ലനായ ദിക്റുണ്ട്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക اللهم أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت ونبيك الذي أرسلت. അപ്പോൾ ഈ ദിക്ർ ചൊല്ലണം. അങ്ങനെ അണ്ട് നീന് മിത്തു മരിച്ചു പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നിയോഗിക്കപ്പെട്ട ആ നല്ല മതത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നീ മരിച്ചത്. അതേ സമയത്ത് മരിക്കാണ്ട് സുബഹിക്ക് നീ എണിച്ചിട്ട് വന്നെങ്കിൽ നിനക്ക് ധാരാളം ഖൈർ കിട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അപ്പോ ഉറങ്ങുക പോകുമ്പോ മിസ്വാക്കാക്കിട്ട് ഉളു എടുത്തിട്ട് കിടക്കൽ സുന്നത്തുണ്ടാണ് ഈ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പാട്ടേ. നമുക്ക് സാധാരണ ശ്രദ്ധിക്കുക ആവടെങ്കത്തൊരു വിഷയമാണ്. ഒട്ടാരെ പോയിട്ട് പൈങ്ങ കിടക്കും പോലെ ബൂളും പോലെ ബൂളുടെ അല്ല, എല്ലാത്തും ചിട്ടമുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യരുടെ A to Z അവന്റെ കിച്ചന്റെ പിടിച്ചിട്ട് അന്താരാഷ്ട്ര വിഷയത്തോളം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ അൽ ഇൻസാനുൽ കാമിൽ സമ്പൂർണരായ ആ നബിത്തങ്ങ എല്ലാ വിഷയവും നബിത്തങ്ങ പഠിപ്പാട്ടി തന്നത്. അതുകൊണ്ട് നീന് കിടക്കുക ഭർത്താവിടെ ഉണ്ടായെങ്കിൽ ഫസ്റ്റ് ഉളു എടുത്തിട്ട് പൂർണ്ണമായ ഉളു നീ റെഡിയായിട്ട് എടുക്കണം. എങ്കിൽ നിന്റെ ആത്മാവ് ഏതോ നല്ല ഉന്നതമായ ലോകത്ത് ഇങ്ങനെ വിഹരിച്ചോണ്ട് വിഹാരത്തിലേക്കുണ്ട. അതുകൊണ്ട് എനിക്ക് ശൈത്താന ഇബ്ലീസ് ഒരിക്കലും മുപ്പതരാക്കുക വരല. അപ്പൊ ഞങ്ങളെ ഔത്തിലുള്ള പെങ്ങന്മാർക്കും സഹോദരിമാർക്കും അല്ലാത്തങ്ങും ആക്കുക ആവടെങ്കത്തൊരു വിഷയമാണ്. എന്താക്കണു, കിടക്കുക റെഡിയാകുമ്പോ ഉളു എടുത്തിട്ട് കിടക്കണു. അത് സുന്നത്താണ്. അപ്പൊ കേക്കുവാറ് സാധാരണ മങ്ങിലായെങ്കത്തെ ആൾമാർ ഞാനിപ്പോ ഉളു എടുത്ത് പോയെങ്കിൽ നന്റെ ഭർത്താവിടെ തൊട്ടു പോവും. അങ്ങനെ തൊട്ടെങ്കിൽ എന്റെ ഉളു റൂമുക്ക് പോയപാടെ നന്റെ ഉളു പോണ്ട്. പിന്നെ ഞാൻ ഉളു എടുക്കലേക്ക് എന്തൊരു പ്രയോജനമുള്ള അതെന്തും നോക്കണോണ്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട് നീ ഉറങ്ങുക ഉദ്ദേശിക്കുമ്പോൾ ഉളു എടുക്കണുണ്ട്. അങ്ങനെ ഉളു എടുത്ത് പോയെങ്കിൽ നിക്ക് ആ കൂലി ഗ്യാരണ്ടി കിട്ടു. പിന്നെ ഉളു പോയെങ്കിൽ പിറകു സൗകര്യം അവിടെ നിക്ക് ഉളു എടുക്കാം. അപ്പോ ഉളു നണ്ടത് പോണ്ടും ചൊന്നിട്ടു അതിരെ വിചാരിച്ചിട്ട് ലാഭയിത്തല്ല ചൊന്നിട്ട് ഉളു എടുക്കാണ്ടത് കൗതീറ. ഉളു നീ എടുക്കണേ പോണ്ടത് പിന്നത്തെ വിഷയല്ലേ. ഈ അടുത്ത ഉളുടെ കൂലി കിട്ടും. സാധാരണ പിന്നെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ പിന്നെ ഫ്രൂട്ട്സ് വെക്കലുണ്ടുണ്ടോ, തിന്നോക്ക് ഫ്രൂട്ട്സ് വെക്കലുണ്ടുണ്ടോ. അപ്പൊ ഈ ബത്തക്ക അതുപോലത്തെ ഫ്രൂട്ട്സ് എല്ലാം ചന്ത മുറിച്ചിട്ട് അതിൽ എന്തെല്ലാം ഡിസൈൻ ആക്കിയിട്ട് മുറിച്ചിട്ട് വെക്കിടാറ്. അങ്ങനെ ഡിസൈൻ ആക്കി മുറിച്ച് വെക്കണം. അടുത്ത സെക്കൻഡിൽ അത് ചവച്ചി തിന്നിട്ട് അത് എന്തോ അല്ലാത്ത പോലെ ആക്കിടാറ് മനുഷ്യന്മാർ തിന്നിട്ട്. എന്നാലും വെക്കുമ്പോ ആയിക്കൊരു മര്യാദ ഉണ്ട്. അതിൽ കറക്റ്റ് ചന്താക്കിട്ട് കാണുമ്പോ ഒരു സന്തോഷമാണ്. ആ രൂപത്തിൽ ഡിസൈൻ ആയിട്ടാണ് വെക്കല്. പക്ഷെ അടുത്ത സെക്കൻഡിൽ അത് എന്തെല്ലാം ആയിട്ട് പോണ്ട്, പൊടിയായിട്ട് പോണ്ട്, തിന്നിട്ട് കാസ്റ്റായിട്ടും അല്ലാതായിട്ട് പോണ്ട്. എന്നാലും അതിനെ കൊണ്ടുപോയി വെക്കുമ്പോ ഒരു മര്യാദ ഉണ്ട്, ക്ലീൻ ആയിട്ട് നല്ല. അപ്പൊ അടുത്ത നിമിഷത്തിൽ പോണ്ടെന്ന് ചൊന്നിട്ടു ഒട്ടാരെ അതിരെ ആറുമില്ല. അതുപോലെ അടുത്ത നിമിഷത്തിൽ നിന്റെ ഉളു പോണ്ടെങ്കിലും നാനൂടെ പൂർണ്ണനായിട്ടേ പോണു. ശരിക്കും ഉളു എടുത്തിട്ട് എന്റെ കിടപ്പിറക്ക് പോയെങ്കിൽ അവിടെ പോയിട്ട് 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ, ഓർക്ക ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ചൊല്ല ദിക്ർ ചൊല്ലണു. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടി വന്നിട്ട് ചൊന്നിട്ട് നബിയെ നിങ്ങൾ മുട്ട ചെമ്മ അടിമങ്ങളുള്ളാർ ദാസന്മാരുള്ളാർ നാണ് ഔത്തുൽ സ്വറ ആക്കിയിരുന്ന എന്റെ കൈ ദഡ് കെട്ടിപ്പോയിരുന്നു നബിയെ. അതുകൊണ്ട് നക്കൊരു സർവൻറ്റ് നിങ്ങൾ തരണു ചൊന്നപ്പ നബി തങ്ങ അപ്പൊന്തും ചൊന്നില്ല, നീ ഔത്തുക്ക് പോകും ചൊന്തു. അങ്ങനെ അണ്ട് മോന്തിക്ക് നബി തങ്ങ ഫാത്തിമ വീട് ഔത്തുക്ക് പോയിട്ട് അലി റളിയല്ലാഹു അൻഹു ഒട്ടിക്കൊണ്ടു അങ്ങ കിടക്കട ബിരിപ്പുൾ തെച്ചിട്ട് നബി തങ്ങ ചൊന്തു ഫാത്തിമ അലി റളിയല്ലാഹു അൻഹുമ നിങ്ങളൊട്ടിക്ക് നാണ് ചൊല്ലെ
നിങ്ങൾക്ക് ഏറ്റവും ഹൈറായ ഒരു അമൽ ഞാൻ ചൊന്തർട്ട, നിങ്ങൾക്ക് ആ ദാസെന്തും വേണ്ട അടിമെന്തും വേണ്ട, ഏറ്റവും ഹൈറായ ഒരു അമൽ ഞാൻ ചൊന്തണ്ട. എന്തിനെ കൊണ്ടുന്ന നിങ്ങൾ ഉറങ്ങുക ഭർത്താവുമ്പോ ഈ 33 വട്ട സുബ്ഹാനല്ലാഹ്, 33 വട്ട അൽഹംദുലില്ലാഹ്, 33 വട്ട അല്ലാഹു അക്ബർ ഭർത്തിക്ക് ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ല ദിക്ർ ചെന്നിട്ട് കിടക്കോറു. അല്ലെങ്കിൽ 34 വട്ട അല്ലാഹു അക്ബർ ചൊന്നിട്ട് 100 ഭർത്തിയാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഇത് എല്ലാം കിട്ടാട്ടി വലിയൊരു ഹൈറാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപാട്ടി. അപ്പൊ അതുകൊണ്ട് ആ ദിക്റെല്ലാം കറക്റ്റ് ചൊല്ലങ്കത്ത ആൾമാർ തങ്ങാവണു. ആയത്തുൽ കുർസിയും ഓതണു. ബലത്തെ ഭാഗത്ത് ചരിഞ്ഞിട്ടാണ് കിടക്കണായ. അങ്ങനെ കിടക്കുമ്പോ ബലത്തെ കൈയുടെ ബലത്തെ കപ്പാലത്തെ അടിക്ക് ഇങ്ങനെ വെച്ചിട്ട് അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബഅസു ഇബാദക ചൊല്ല ദിക്ർ 3 വട്ട ചൊല്ലണുണ്ടുണ്ട്. അതുപോലെ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ ചൊല്ല ദിക്റും കൂടി ചൊല്ലണുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത്. അതുപോലെ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എല്ലാം ഓതിട്ട് കൈക്ക് ഊതിട്ട് ആ കൈയുടെ ശരീരം മൊത്തം തടകണു. ആയിഷ ബി റളിയല്ലാഹു അൻഹ ചെന്ന ഹദീസിലെല്ലാം അതുണ്ട്. അപ്പൊ ശരീരത്തിൽ മൊത്തം എന്താക്കണം തടകണം. അപ്പൊ മൊത്തത്തില് ഒരു മുഅ്മിനായ ആള് ഉറങ്ങുക പോകുമ്പോ ഇത്തരല്ല ചിട്ട ആദാബ് അവനു പാലിക്കൊണ്ട് അങ്ങനെ പാലിച്ചിട്ട് എന്താക്കണം ഉറങ്ങണം. അങ്ങനെ ആ ഉറക്കത്തിൽ അവന് മരിച്ചു പോയെങ്കിലും അവനക്ക് വലിയ രക്ഷ കിട്ടുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് വഴിപാട്ടത്. അതുകൊണ്ട് ഒരു മുഅ്മിനായ ആളുടെ ഉറക്കത്തിലും ഉണർവിലും എല്ലാത്തിലും ധാരാളം അദബ് പാലിക്കൊണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പാട്ടത്. അതെല്ലാം ഉൾക്കൊള്ളിടങ്കത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.